ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പാൽക്കപ്പയുടെയും ഒരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈയുടെയും റെസിപ്പിയാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണേ, ഫിഷ് ഫ്രൈ സ്പെഷ്യലാണ്. ആദ്യം തന്നെ നമുക്ക് ചീനി കട്ട് ചെയ്ത് നമുക്ക് കുക്കറിൽ വേവിക്കാൻ വെക്കാം. ചീനി നല്ലപോലെ വെന്ത് ഊറ്റി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് മസാല തയ്യാറാക്കാം. കപ്പയിൽ ആഡ് ചെയ്യാനായിട്ടുള്ള പാലും അതിൻ്റെ ചെറിയൊരു മസാലയും. അതിനായിട്ട് ഞാൻ ഇവിടെ ഇഞ്ചിയും കഷ്ണ ഇഞ്ചിയും 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ചീനിലേക്ക് ആഡ് ചെയ്യാം. അടുത്ത നമുക്ക് പാൽക്കപ്പയ്ക്ക് വേണ്ടിയുള്ള പാല് തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒന്ന് അടിച്ച് അതിൻ്റെ തേങ്ങ പറഞ്ഞ് അടിച്ച് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഈ തേങ്ങാപ്പാൽ ഇതിൽ ആഡ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് നമുക്കൊരു 5-10 മിനിറ്റ് ഒന്ന് ആ ചീനിയെല്ലാം ഒന്ന് ഉടഞ്ഞു വന്നു. ഒത്തിരി ഉടഞ്ഞു പരിവേണ്ട, ഒന്ന് ഇച്ചിരി തിക്കായി കുറുകി വരുന്ന വരെ. ആ ചീനി ഒന്ന് വെന്ത് വരുന്ന വരെ നമുക്ക് ചീനിക്കകത്ത് ഇടാനായിട്ട് നമുക്കൊരു താളിപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ എണ്ണയിൽ കടുക്, വറ്റൽമുളക്, ഒരു അരപ്പിടി ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, 2 പച്ചമുളക്, ഒരു ഇച്ചിരി എരിക്ക് വേണ്ടിയാണ് പച്ചമുളക് ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് വറുത്ത് ഈ ചീനി ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇത് നമുക്ക് അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് അടുപ്പ് ഓഫ് ചെയ്യാം. നമുക്ക് ഫിഷ് ഫ്രൈക്ക് വേണ്ടി മസാല ഞാൻ എടുത്തിരിക്കുന്നത് 3 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഞാനിവിടെ ഒരു അരമുറി നാരങ്ങയുടെ നീരൊഴിച്ചാണ് ഞാൻ ഈ മസാല ഒന്ന് മിക്സ് ചെയ്യുന്നത്. ഒരു ചെറിയ പുളിക്കും എല്ലാത്തിനും വേണ്ടി. എന്നിട്ട് നമുക്ക് ഈ മീനിനകത്തോട്ട് നമുക്ക് ഈ മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് വെക്കാം. ഈ ഫിഷ് ഫ്രൈ നമുക്കൊന്ന് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് ഈ പാനിൽ തന്നെ നമുക്ക് ഈ ഫിഷ് ഫ്രൈക്ക് ഒരു മസാല തയ്യാറാക്കാം. ഈ മസാലയാണ് ഫിഷ് ഫ്രൈക്ക് ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അതിനായിട്ട് ഞാനിവിടെ സവാള, ഒരു തക്കാളി,
പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു എണ്ണ ബാക്കിയുള്ള ആ എണ്ണയിൽ തന്നെ വേറെ എണ്ണയൊന്നും ആഡ് ചെയ്യണ്ട. ആ എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. അത് നമ്മൾ വറുക്കാനായിട്ട് കുറച്ച് മസാല തേച്ചതിൽ ഇച്ചിരി അരപ്പ് മാറ്റി വെച്ചിട്ടുണ്ടോ 2 ടേബിൾ സ്പൂൺ അതും കൂടെ ആഡ് ചെയ്ത് ഒന്ന് നമുക്ക് വഴറ്റി ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ വറുത്ത് മാറ്റി വെച്ച ഫിഷും നമുക്കിതിലേക്ക് ഇട്ട് ഒന്ന് ആ മസാലയുടെ ഫ്ലേവർ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാൽ കപ്പയും ആ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ഒരു മസാല ഫിഷ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.